മാഷേ, എന്താ ആലോചിക്കുന്നേ? ശേഖരനോ, വാ. ശേഖര, നിനക്ക് ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ വെച്ച പൊന്നിൻ കതിരുകൾ? മറക്കാൻ പറ്റുമോ? ശിവനെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ മാഷി കൃഷിപ്പണിയൊക്കെ നിർത്തിയത്? അവനെ ഒരു നിലയിലെത്തിക്കാൻ വേണ്ടി മാഷ് അനുഭവിച്ച കഷ്ടപ്പാടേ എനിക്കറിയാലോ. അവനിപ്പം വലിയ നിലയിലായി. ഇന്നവൻ നാട്ടിലെത്തും. ഇനി എനിക്ക് വിശ്രമിക്കുക എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ശേഖര, എനിക്ക് പാടത്തെ ചളിയിലും മണ്ണിലും കഴിയാനാണ് ആഗ്രഹം. ഈ പാടത്ത് പൊന്നു വിളയിക്കാൻ മാഷ കൂടെ ഞാനും ഉണ്ടാവും, പഴയിലും കരുത്തോടെ. ശിവൻ വന്നാൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്. അവന് വേണ്ടി ഓടി നടന്നപ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ ഈ വയലിലായിരുന്നു. ഇനി ഇറങ്ങാതിരിക്കാൻ എനിക്ക് പറ്റില്ല ശേഖര. അതിനെന്താ, മാഷിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ കൃഷി ചെയ്യാലോ. സരളക്കറിയോ, മാഷ് ഇതിനു വേണ്ടി എത്ര ബാങ്കിൽ കയറി ഇറങ്ങി. പിന്നെ പലരോടും സഹായം ചോദിച്ചു, ഒന്നും നടന്നില്ലാന്നേ. ഇനിയിപ്പോൾ ശിവ വരികയല്ലേ, അവൻ സഹായിക്കില്ലേ? നമുക്കതെല്ലാം ആഘോഷാക്കാം. പഴയകാലം തിരിച്ചു വരട്ടെ. ശിവനവിടെ വലിയ വലിയ ഹോട്ടലിലാണ് ഭക്ഷണം. സരളേ, ഇതൊന്ന് നോക്കിയേ. അവനെ നീ ഇപ്പോൾ ഇവിടുത്തെ രുചിയൊക്കെ പിടിക്കുവോ ആവോ. കൊള്ളാലോ, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി മക്കൾക്ക് എവിടെയും കിട്ടില്ല. അതോർത്ത് സുമതിച്ച് പേടിക്കണ്ട. ആരോ വരുന്നുണ്ട്. സരളേ, ഇതൊന്ന് നോക്ക്. മോനെ, നോക്കി ഇറങ്ങട്ടോ. എത്രയായി? 200. ആരാമ്മ എയർപോർട്ടിലേക്ക് പോയത്? നമ്മളെ രാജീവ്. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോലായിരുന്നു അമ്മേ. അവര് ഫ്രണ്ട്സ് അല്ലേ മോനെ? ഫ്രണ്ട്സ് എങ്കിൽ ഫ്രണ്ട്സ്. സർലേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ശിവ വരികയല്ലേ, ഒരു കൈ സഹായത്തിന് വന്നതാ. മാഷ് പിന്നെ കൃഷി ഇറക്കാൻ പോവാന്ന് പറഞ്ഞ്. മാഷിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഹൈവേക്ക് അടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഒരു വീട് വെക്കാനാണ് പ്രകാശേട്ടൻ്റെ ആഗ്രഹം. പ്രകാശ, ഇപ്പം നിങ്ങൾക്ക് വീടില്ലാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല മാഷേ, അവിടെ ആവുമ്പോ വരാനും പോകാനൊക്കെ എളുപ്പല്ലേ. വയലകത്ത് വീട് വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കാൻ പോലും വേണ്ട. എന്തായാലും നിങ്ങൾ ചായ കുടിക്കേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. മോനെ ശിവ, വീട്ടിലേക്ക് ഇനി 10 മിനിറ്റല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിക്കേണ്ട ആവശ്യം എന്താ? നമ്മുടെ ഗംഗാധരേട്ടൻ്റെ ചായയുടെ രുചിയൊന്നും അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലും കിട്ടില്ലടോ. അച്ഛാ, ഫീസ് തരാൻ മറന്നു. അപ്പൊ ചായയല്ല ഉദ്ദേശം. ഗംഗാധരേട്ടാ, 2 പോണ്ട. 2 പോണ്ട് എടുത്തോടത്തെ. അപ്പൊ അനുസരണയുണ്ട്. ഇതിലെ വരാതെ പോയെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. എന്റെ പൊന്നെ, ചതിക്കല്ലേ. അന്ത ഭയം ഓർക്കണം. ഇതൊക്കെ എപ്പോ? നമ്മളെ ശുക്രനുണ്ടാകുമ്പോ അങ്ങ് ദുബായിൽ ഇരുന്നാലും പോരെ. നീയേ ഇതൊന്ന് കുത്തിക്കയറ്റി വേഗം വരാൻ നോക്ക്. ഇതോ തിരിഞ്ഞു കളിക്കാതെ കയറാൻ നോക്കടോ. ഡോ കയറടോ. ശിവ,
അമ്മേ ദാ ശിവ വന്നുട്ടോ. മോനെ എങ്ങനെ വന്നു? കാർ എവിടെ? കാറ് പുറത്തുണ്ട്, ഞാനിങ്ങോട്ട് നടന്നു. നീ ഒന്ന് ക്ഷീണിച്ചു പോയോടാ? ഞാൻ ക്ഷീണിച്ചോ സരളേച്ചി? ഏയ് ഒന്ന് നന്നായിട്ടുണ്ടെന്നാ തോന്നുന്നേ. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കേ. യാത്ര സുഖമായിരുന്നോ? ആ സുഖമായിരുന്നു. ആ മോൻ ഡ്രസ്സ് മാറിയിട്ട് വാ, അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. വാ സരളേ. ആ ശിവ, എൻ്റെ നല്ല നല്ല കുട്ടികളുണ്ട് കേട്ടോ. സോറി സരളേച്ചി, എന്റെ കല്യാണം നടത്താനുള്ള ഭാഗ്യം സരളേച്ചിക്കില്ല. എന്താടാ, നീ ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ? ആ അതൊക്കെ ഉണ്ട്. ആരടാ? അമ്മ ഞാൻ പുറത്തൊന്ന് പോയി വരാം. നിക്ക് മോനെ, മാഷിനെന്തോ നിന്നോട് സംസാരിക്കാനുണ്ട്. മോനെ, അച്ഛൻ അന്നോടെ കൃഷി ഇറക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അന്ന് എൻ്റെ പഠനാവശ്യത്തിന് വേണ്ടി ഓടി നടന്നപ്പോൾ അന്ന് നിന്ന് പോയതാ കൃഷി. ഇനിതിനാ മാഷേ കൃഷി? ഞാൻ ഈ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയാൻ പോവാം. അതിനിടയ്ക്ക് ചളിയിലും ചേറിലൊക്കെ ചവിട്ടി ഇങ്ങോട്ട് കയറി വരാനോ? അതൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ പോയാൽ മതി. മോനെ, മാഷിന്റെ വലിയൊരാഗ്രഹമല്ലേ, പിന്നെ ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കില്ലേ? വെറുതെ ഇരിക്കണ്ട, വീട് പണി തുടങ്ങാൻ പോവല്ലേ, അതൊക്കെ നോക്കി നടത്താൻ ആള് വേണ്ടേ? വേറെ ആരെ ഏൽപ്പിക്കാനാ? അമ്പലത്തിലൊക്കെ ഒന്ന് കേറി പ്രാർത്ഥിച്ചൂടെ? ഓ, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇനി ഞാനും കൂടി പ്രാർത്ഥിച്ച് മൂപ്പരെ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് കരുതി. ഓ, ഇനി എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? ഞാൻ നാളെ തിരിച്ചു പോവല്ലേ. അപ്പൊ ഈ വരവില് എന്നെ കെട്ടാനുള്ള ഉദ്ദേശം ഇല്ലല്ലേ? തറവാട് പൊളിക്കാൻ മാഷ് സമ്മതിക്കുന്നില്ല. ഞാൻ ടൗണിലൊരു വീട് എന്തായാലും വെക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരവിന് നമ്മളെ കാര്യം സെറ്റ്. അടുത്ത വരവില് സെറ്റായി ഞാൻ വല്ല ഡോക്ടർ എഞ്ചിനീയറെ കല്യാണം ഓ, കഴിക്കും. അങ്ങനെയാണെങ്കിൽ സർലേച്ചോട് പറഞ്ഞ് ഞാനും വല്ല ഡോക്ടർ എഞ്ചിനീയറോ കിട്ടുമോ നോക്കട്ടെ. പോട പട്ടി. മോനെ, മോനെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? മാഷ് എവിടെ? മാഷ് അവിടെ ഉണ്ട്. കണ്ട 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 ആ ട്രാക്ടർ കണ്ടില്ലേ? ട്രാക്ടർ അതാ വരമ്പിന്റെ മോൾ കൂടെ കയറി പോകുന്ന. ഇതാണ് എൻ്റെ ശ്രദ്ധ വെള്ളത്തിൽ എല്ലാം പോവും. ഐഷ്, സുമതിയെ സുമതിയെ, എവിടെ പോയി? ഇവിടെ നിന്ന് ആരും ഇല്ലേ? ഇവരൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കണ്ട ആ ചേനന്റെ സൈഡുള്ള പുല്ല. എങ്ങനെ ഇതൊക്കെ നേരെയാവുക? കൃഷി ചെയ്യാന്ന് വെച്ചതിന്റെ രീതി ചെയ്യണം. എന്താ കാര്യം ചെയ്യാനാ? പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ശേഖരൊക്കെ എവിടെ പോയി കിടക്കുക? ഇവരൊന്നും ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കൃഷി നടത്താൻ മാഷ് പല മാർഗങ്ങളും നോക്കി. അവസാനമാണ് നിന്നോടും ചോദിച്ചത്. നീയും കൈവിട്ടപ്പോ മാഷിന് മനസ്സിലായി ഇത് നടക്കില്ലെന്ന്. പിന്നെ മാഷിന്റെ സംസാരമൊക്കെ കുറഞ്ഞു. ഇപ്പം ഇങ്ങനെയാണ്.
പറഞ്ഞ മാതിരി മഴയും പെയ്യും. മഴ പെയ്തില്ലേ ഇതുവരെ, ഇനി മഴ പെയ്താ അതും കൂടും. ഐഷ് ശേഖരനൊക്കെ എവിടെ പോയി കിടക്കാണ്? ഇവരൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. എന്താ ചെയ്യാ? ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്നോട് വെച്ച് കാണാം, അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. സുമതിയെ, ഞാൻ തോർത്ത് കൊടുത്താ സ്ഥലങ്ങളൊക്കെ മാറി. അവിടൊക്കെ